ഇപ്പൊ കുറച്ച് കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് ചെറിയ കുട്ടികൾ തൂങ്ങി മരിക്കുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക. എന്തായിരിക്കും ഇതിന്റെ ഒരു പ്രശ്നം? കുട്ടികൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് മീഡിയ വഴിയാണ്. ഒരു മോണിറ്ററിങ്ങിന് വിധേയമല്ലാതെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വിട്ടുകൊടുക്കുകയാണ്. അവരിങ്ങനെ സ്ക്രോൾ ചെയ്ത് പല കാഴ്ചകളും കാണാണ്. ഈ കുട്ടിക്ക് ഇങ്ങനെ തൂങ്ങി മരിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നത് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഈ കുട്ടി മനസ്സിലാക്കുന്നത്. ആദ്യം അതിനൊരു മോണിറ്ററിങ്ങിന് വിധേയാക്കണം. ഇതിൽ ചില കാഴ്ചകൾ വല്ലാതെ അവരെ അങ്ങോട്ട് സ്വാധീനിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കരുത്ത് കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ ഉണ്ടാവില്ല. അപ്പൊ അവർ ഇത്തരം മരണത്തിലേക്ക് പോകുന്നു എന്നതാണ്. ഇങ്ങനെ അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടിയെ പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. ഒരു 4 മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടിയെ ക്രമേണ കുറച്ച് ആ സമയം കൊണ്ടുവരാന്നുള്ളതാണ്. ചെറുപ്പം മുതലേ നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കുന്നു, മൊബൈൽ ഫോൺ കണ്ടു വളരുന്നു. ഭക്ഷണം കഴിക്കുമ്പോഴോ എപ്പോഴും ഒന്ന് അടങ്ങിയിരിക്കാൻ മൊബൈൽ ഫോൺ കൊടുത്ത് കുട്ടി മറ്റ് വഴികളിലേക്കൊന്നും സഞ്ചരിക്കാതെ അല്ലെങ്കിൽ കുട്ടി ഒന്ന് പുറത്തേക്ക് പോവാതെ കളിക്കാതെ സംസാരിക്കാതെ എല്ലാ സമയവും അവന് ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്നത് ഈ മൊബൈൽ ഫോണാണ്. അത് മാറ്റി വെക്കുന്നുള്ള ഒരു പ്രയാസമാണ് ഈ കുട്ടി കാണിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ വളർന്നു വരുന്ന കഷ്ടപ്പാടുകൾ അറിയാതെയാണ് എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികൾ കുറച്ച് കഷ്ടപ്പാടുകൾ അറിയണം. അറിയുന്ന സമയത്ത് അവർക്ക് അതിനിപ്പോ നമ്മളൊരു സാധനം വാങ്ങിക്കൊടുത്താൽ അതിനൊരു വാല്യൂ അവർ കൽപ്പിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ മാനസികമായിട്ട് ഒരിക്കലും അവർ വളർന്നു പോകില്ല. അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി അവരെ മൈൻഡ് അവർ ബിൽഡ് ചെയ്ത് ഈ ഒരു കഷ്ടപ്പാടിലൂടെ അവർ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്.